മേശരി ഇതിൻ്റെ അളവൊന്ന് പറഞ്ഞു തരൂ. 3.25 മുക്കാൽ, അരയ്ക്ക് കാല്, കാലിൻ്റെ അര, 5.5 3, 3 15. ഇത് തന്നെ അളവ്. ഓക്കെ ഓക്കെ. എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരച്ചു തന്നിട്ടേ ആയിരിക്കും. നാളെ നോക്കട്ടെ. ഇത് ആപ്പാട് 36 സെൻറ്റിമീറ്ററല്ലേ ഉള്ളൂ. 5.5 3, 3 5 15. വലിയ പെരുന്തച്ഛനുണ്ട്. കണപ്പിൻ്റെ അങ്ങനെ വരയ്ക്കണത് അവിടെ ഒന്നുമില്ല കണപ്പ്. മേശരിയേ, നിങ്ങൾ അന്നാ പണി ചെയ്തില്ലേ ബൗണ്ടറി മുക്കിൽ? ആ സാറ് വരുന്നുണ്ട് കേട്ടാ. ആ വരവിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അതില് ഒറ്റക്കിടത്തെ പണിയാണ്. കാരണം നമ്മളെ മണ്ട കൊണ്ട് വയ്ക്കല്ലോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ലെന്നുണ്ട്. നീയൊക്കെ വായും വെച്ചോണ്ട് മര്യാദയ്ക്ക് നിന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഇപ്പൊ മേസ്ത്രി സാറായിരുന്നു. മേശരി, നമ്മളെ വീട് പണി ചെയ്തതിൽ 2-3 കുഴപ്പങ്ങളുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നമ്മൾ ഡൈനിങ് ടേബിൾ പണിയില്ലേ, അതിനൊരു കുലുക്കം, ഒരു കാല് തറയെ മുട്ടല്ല. എന്ത് ചെയ്യാൻ പറ്റും സാറേ? അപ്പോൾ ഒരു കാല് തറയിൽ മുട്ടല്ലേ, അത് വലിയൊരു കുഴപ്പമില്ല സാറേ. അതിനിപ്പോൾ ഞാൻ ഒരു പരിപാടിയാണ് സാറേ. വീട്ടിൽ പേപ്പർ ഉണ്ടെങ്കിൽ, കട്ടിയുള്ള പേപ്പർ ഉണ്ട് സാറേ, ഇതേപോലെ പേപ്പർ എടുത്ത് ഇങ്ങനെ മടക്കി ആ കാലിൻ്റെ അടിയിലോട്ട് കയറ്റി വെച്ചിട്ട് അത് മതിയല്ലേ? എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തേക്കണെങ്കിൽ ഇതേപോലെ തന്നെ. ഓ മേശരി, വേറൊരു കുഴപ്പം, നമ്മളെ കതവ് പണിഞ്ഞല്ല, അതിൻ്റെ മേളത്തെ കുറ്റിയും ഈ സൈഡിലെ കുറ്റിയും ഭയങ്കര ടൈറ്റ്, തടിക്കട്ടായിട്ട് തട്ടിയാണ് കയറ്റണത്. ഇതിനെന്ത് ചെയ്യാൻ പറ്റും? അയ്യോ സാറേ, തടിക്കട്ടിട്ടൊന്നും അങ്ങനെ അട്ടല്ലേ സാറേ, തട്ടാനേ പാടില്ല അത്. അതിന് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇതുപോലൊരു ചുറ്റിക മതി. ചുറ്റി കണ്ടതാ തട്ടി കയറ്റുകയും നൈസിന് തട്ടി കയറ്റുകയും ചെയ്യാം, തട്ടി ഇളക്കുകയും ചെയ്യാം. മുകളിലോട്ട് തട്ടി കയറ്റാം, ഇളക്കാം. ഇതുപോലൊരു ചുറ്റിക വാങ്ങിച്ചാൽ മാത്രം മതി. ഇത് സാറ് വച്ചോ, നീ വേറെ വാങ്ങിക്കണ്ടേ. 26ാമത്തെ ചുറ്റിലാണ്. നീ ഇതും കൂടെ ഉള്ളു മാറ്റി പോയി, അല്ലെങ്കിൽ പൊക്കിക്കൊണ്ട് പോകുന്ന സാധനം. അയ്യോ മേശരി, ഞാൻ പറയാൻ വന്ന പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. അപ്പോൾ പ്രശ്നങ്ങളെ തീർന്നില്ലേ സാറേ? നമ്മൾ അടുക്കള വാതിലിൻ്റെ അടിവശം ഒരു 3 വിരലിൻ്റെ ഗ്യാപ്പ്. ഈ 3 വിരലെന്ന് പറഞ്ഞാൽ സാറേ ഇങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഗ്യാപ്പാണ്. ഇങ്ങനത്തെ ഗ്യാപ്പാണ്. ഓ സാറേ അതവിടെ വേണം, ആ ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വായു സഞ്ചാരമാണ്. ഇത് ഉദയാസ്തമയ കോണാണ്. തച്ചുശാസ്ത്ര പ്രകാരം അതവിടെ വേണം, അല്ലെങ്കിൽ പല അനർത്ഥങ്ങളും സംഭവിക്കും. അയ്യോ, അപ്പോൾ വല്ല ഇടജന്തുക്കളാ പാമ്പാ വല്ല വന്ന് കയറൂലേ? സാറേ അതിനത്തിരി എളുത്തുള്ളി ചതച്ചിട്ടാൽ മതി സാറേ. മൂർക്കം പാമ്പ് പോലും ആ പരിസരത്ത് അടുക്കില്ല. എലി വല്ലതും കയറിയാല? അതിന് സാറേ ഒരു എലിപ്പത്തായം മാറ്റി വെച്ചാൽ പോലും. അമരവെള്ളക്കാരൻ്റെ കടകൾ നല്ല ഇരുമ്പിൻ്റെ എലിപ്പത്തായം കിട്ടും. എലിയല്ല, പുലി വരെ അതിൻ്റെ അകത്ത് വീഴും. ഒരെണ്ണം മാറ്റി വയ്ക്കുക സാറേ. ഓക്കെ മേശരി, ശരി. മേശരി വല്ലാത്തൊരു അക്രമമായി പോയി.